ഹലോ ഫ്രണ്ട്സ്, ഡേവിഡ് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ അരി ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ഐസ്ക്രീമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് റേഷൻ അരി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അരിയാണ്. ടീസ്പൂൺ അല്ല, 2 ടേബിൾ സ്പൂൺ ആണ്. ഇനി നമുക്കിതൊന്ന് വൃത്തിയായി കഴുകി എടുത്തൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 വട്ടം ഈ അരി കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴുകിപ്പോയി നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് അരി കിട്ടും. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി വെച്ച അരി കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ല, പകരം ബട്ടർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ മാത്രമേ വറുത്തെടുക്കാൻ പാടുള്ളൂ. നല്ലപോലെ വറുത്തെടുക്കേണ്ട, ചെറിയ രീതിയിൽ വറുത്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു അളവിലേക്ക് ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സർ ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സും അരിയും കൂടി മിക്സായിട്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇത് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫൈൻ പൗഡർ തന്നെ കിട്ടണം. ഇനി അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് അരിച്ചെടുക്കാം. എനിക്കിവിടെ ഫൈൻ പൗഡർ തന്നെ കിട്ടിയതുകൊണ്ട് ഞാനിത് അരിക്കുന്നില്ല. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ലോ ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, കാരണം ചൂട് കൂടിപ്പോയാൽ പാല് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ അരി വറുത്ത സെയിം പാനിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പാൽ ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര പാലിൽ നല്ലപോലെ മെൽട്ടായതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച അരിയുടെയും കാഷ്യൂ നട്ട്സിൻ്റെയും മിക്സും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ചേർത്ത് കൊടുത്ത ഈ അരിപ്പൊടിയും കൂടി നമുക്ക് ഈ പാലിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് ഏതെങ്കിലും ഫ്ലേവറിലുള്ള എസൻസ് ആണ്. ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവറുള്ള എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അനുസരിച്ച് വനിലയോ പിസ്തയോ ഒക്കെ ഉപയോഗിക്കാം. ഈ അരിപ്പൊടി പാലിലൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 30 മുതൽ 45 സെക്കൻഡ് വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കണം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഈ മിക്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ലിഡ് ഇട്ട് നമുക്കൊരു 5 മുതൽ 8 മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കണം. അതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചതിൻ്റെ ശേഷം നമുക്കിത് സെർവ് ചെയ്ത് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയായ ഐസ്ക്രീമാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം.